പഞ്ചാബിലെ ജനന്തർ ഗ്രാമത്തിൽ ബണ്ടി എന്ന പേരിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഒരു റൊട്ടീനായിരുന്നു എല്ലാ ദിവസവും മോർണിംഗ് വാക്കിങ്ങിന് പോകും. എന്നും മോർണിംഗ് വാക്കിംഗ് ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് പോകുമായിരുന്നു. ചില സമയത്ത് കാടിനുള്ളിലൂടെ പോലും മോർണിംഗ് വാക്കിങ്ങിന് പോയി തിരിച്ചു വരുമായിരുന്നു. ഒരു ദിവസം വേറൊരു വഴിയിലൂടെ മോർണിംഗ് വാക്കിങ്ങിന് പോയ സമയത്ത് ബണ്ടി അവിടെ ഒരു സീൻ കണ്ടു. വഴിയിൽ വലിയൊരു പാറ കിടക്കുന്നു. ഇത് കണ്ട ഉടനെ ബണ്ടിയുടെ ഉള്ളിൽ ഒരു ചിന്ത വന്നു, ഇത്രയും വലിയൊരു കല്ല് ഈ റോഡിൽ വന്നത് എങ്ങനെയാണ്? എന്നാൽ അധികമൊന്നും ചിന്തിച്ച് നിൽക്കാതെ ബണ്ടി ആ പാറയുടെ സൈഡിലൂടെ വീട്ടിലേക്ക് പോകാനായിട്ട് ഒരുങ്ങി. എന്നാൽ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയപ്പോഴേക്കും പിന്നിൽ നിന്ന് ടക് ടക് എന്നൊരു സൗണ്ട് കേൾക്കുവാനായിട്ട് തുടങ്ങി. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വയസ്സായ വ്യക്തി ഒരു ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് ആ കല്ലിനെ അടിച്ചുടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ രംഗം കണ്ടിട്ട് ബണ്ടിക്ക് വലിയ ഇഷ്ടമൊന്നും ആയില്ല. എന്നാൽ അതൊന്നും ശ്രദ്ധിക്കാതെ ബണ്ടി തന്റെ വീട്ടിലേക്ക് തന്നെ നടന്നുപോയി. എന്നാൽ തൊട്ടടുത്ത ദിവസം ബണ്ടി വീണ്ടും അതേ വഴിക്ക് മോർണിംഗ് വാക്കിങ്ങിന് പോയപ്പോൾ അതേ വയസ്സായ വ്യക്തി അവിടെ ഉളിയും ചുറ്റിയും ഉപയോഗിച്ച് അതേ പാറയെ വീണ്ടും തല്ലിക്കൊണ്ടിരിക്കുന്നു. ഇന്നും ബണ്ടി അയാളെ ശ്രദ്ധിച്ചൊന്നുമില്ല, സൈഡിലൂടെ നടന്ന് വീട്ടിലേക്ക് പോയി. ഇങ്ങനെ എല്ലാ ദിവസവും ആ വഴിക്ക് പോകുമ്പോഴെല്ലാം ഈ വൃദ്ധൻ അവിടെ നിന്നുകൊണ്ട് ഈ കല്ലിനെ തല്ലി ഉടയ്ക്കുന്ന രംഗം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബണ്ടി അവിടെ നിന്ന ശേഷം ആ വ്യക്തിയോട് ചോദിച്ചു, ഹേ മനുഷ്യ, എന്തിനാണ് നിങ്ങൾ എല്ലാ ദിവസവും ഈ പാറയിൽ തല്ലിക്കൊണ്ടേയിരിക്കുന്നത് എന്ന്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, കുട്ടി, ഈ പാറ ഈ റോഡിൽ കുറേ കാലമായിട്ട് കിടക്കുകയാണ്. എനിക്കറിയാം ഈ പാറ ഇവിടെ കിടക്കുന്നത് കാരണം ഒരുപാട് പേർക്ക് ഇതിലൂടെ വന്നു പോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഈ പാറയെ ഞാൻ തല്ലി പൊട്ടിച്ച് വിടന്ന് കളയുമെന്ന്. അപ്പൊ ബണ്ടി ചോദിച്ചു, ശരി, നിങ്ങൾ ഈ കാര്യം എത്ര ദിവസമായി ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ 4 ആഴ്ചയിലധികമായി ഇതേ കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. ഈ വാക്ക് കേട്ട് ബണ്ടി ആ കല്ലിനെ നോക്കി. ആ കല്ലിൽ ഇദ്ദേഹം 4 ആഴ്ചയായിട്ട് തല്ലിക്കൊണ്ടിരുന്നിട്ടും യാതൊരു വ്യത്യാസവും ഉണ്ടായിട്ടില്ല. ഇത് മനസ്സിലാക്കിയ ബണ്ടിയുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ടായി, ഈ വ്യക്തി ചെയ്യുന്ന ഈ ജോലിയെല്ലാം വേസ്റ്റ് ആണല്ലോ, ഇദ്ദേഹം ഇത് ചെയ്ത് ക്ഷീണിക്കുമെന്നല്ലാതെ ഈ കാര്യം ഒരിക്കലും നടക്കാൻ പോകുന്നേയില്ല എന്ന് കരുതി. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ബണ്ടി തന്റെ വീട്ടിലേക്ക് പോയി. അടുത്ത ദിവസം മോർണിംഗ് വാക്കിങ്ങിനായി വന്നപ്പോഴും അതേ വ്യക്തി അവിടെ ഇരുന്നുകൊണ്ട് പാറയിൽ തല്ലിക്കൊണ്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ ബണ്ടി ചോദിച്ചു, നിങ്ങൾ 4 ആഴ്ചയായിട്ട് കല്ലിനെ ഉടയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ കല്ലിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിട്ടും നിങ്ങൾ ചെയ്യുന്ന കാര്യം നിർത്താത്തത്? അപ്പോൾ ആ വൃദ്ധൻ പറഞ്ഞു, ഇല്ല കുട്ടി, ഞാൻ ഈ പരിശ്രമം ഒരിക്കലും നിർത്തുകയില്ല. കാരണം എനിക്കറിയാം ഒരു ദിവസം ഈ പാറ തീർച്ചയായും പൊട്ടുമെന്ന്. ബണ്ടിക്ക് ഈ ഉത്തരവൊന്നും ഇഷ്ടമായില്ല. ആ വ്യക്തിയോട് ഒരു നീരസം കാണിച്ചുകൊണ്ട് ബണ്ടി അവിടെ നിന്ന് വീണ്ടും നടന്നുപോയി. പിന്നെ ഓഫീസിലെ ജോലി തിരക്ക് കാരണത്താൽ കുറച്ചുനാൾ ബണ്ടിക്ക് മോർണിംഗ് വാക്കിങ്ങിന് പോകാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് 5 ആഴ്ചകൾക്ക് ശേഷം ഓഫീസിലെ തിരക്കെല്ലാം കഴിഞ്ഞപ്പോൾ തന്റെ പഴയ റൊട്ടീനിലേക്ക് ബണ്ടി തിരിച്ചു വന്ന് മോർണിംഗ് വാക്കിങ്ങിന് പോയി. മോർണിംഗ് വാക്കിംഗ് ചെയ്തുകൊണ്ട് പഴയ സ്ഥലത്ത് എത്തിയപ്പോൾ ബണ്ടി കണ്ട കാഴ്ച, ആ പാറ അവിടെ തന്നെ ഇപ്പോഴും കിടക്കുന്നു. പക്ഷെ ഇന്ന് ആ വൃദ്ധനായ മനുഷ്യനെ അവിടെ കാണാനേ ഇല്ല. ബണ്ടി വിചാരിച്ചു, ആ വ്യക്തി ഈ കല്ലിനോട് മല്ലിട്ട് മതിയായിട്ട് തളർന്ന് വീട്ടിലിരിക്കുകയായിരിക്കും എന്ന്. അപ്പോഴാണ് ആ പാറയുടെ അപ്പുറത്തെ സൈഡിൽ നിന്ന് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് ബണ്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ബണ്ടി അപ്പുറത്ത് പോയി നോക്കുമ്പോൾ ആ വൃദ്ധനായ വ്യക്തി അപ്പുറത്ത് നിന്നുകൊണ്ട് പാറയെ ഉടച്ചുകൊണ്ടിരിക്കുക തന്നെയാണ്. ബണ്ടി ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര കാലമായി പരിശ്രമം തുടങ്ങിയിട്ട്? നിങ്ങൾക്ക് അറിയാലോ, നിങ്ങൾ ഇത്രയും ചെയ്തിട്ടും ഈ കല്ലിന് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ സമയം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. ഇത്തവണ ആ വ്യക്തി ബണ്ടിക്ക് ഒരു ഉത്തരവും നൽകിയില്ല, തന്റെ ജോലി ചെയ്തുകൊണ്ടേയിരുന്നു. അദ്ദേഹം ഒരു മറുപടിയും പറയാത്തത് കാരണത്താൽ ബണ്ടി അവിടെ നിന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ ബണ്ടി കുറച്ചങ്ങോട്ട് നടന്നു പോകുമ്പോഴേക്കും പിന്നിൽ നിന്ന് എന്തോ വലിയൊരു സാധനം വീഴുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയ ബണ്ടി കണ്ട കാഴ്ച, ആ പാറ പൊട്ടി തകർന്ന് കിടക്കുന്നു. ഇത് കണ്ട് ബണ്ടി ഞെട്ടിപ്പോയി. ബണ്ടി വേഗം ആ വൃദ്ധന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഈ പാറ പൊട്ടിയത് എങ്ങനെയാണ്? ഇന്ന് നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചുറ്റിക ഉപയോഗിച്ചോ, അതോ നിങ്ങൾ ഇന്ന് വേറെ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിച്ചോ? അപ്പൊ വൃദ്ധൻ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല കുട്ടി, ഞാൻ എന്നും എന്താണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇന്നും ചെയ്തത്. ഞാൻ കഴിഞ്ഞ 10 ആഴ്ചയായിട്ട് ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. പുറമെ നിന്ന് നോക്കുന്നവർക്ക് അതിൽ യാതൊരു വ്യത്യാസവും കാണപ്പെടുകയില്ല. എന്നാൽ തീർച്ചയായിട്ടും കല്ലിന്റെ ഉള്ള് ദുർബലമായി കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും കാലത്തെ എന്റെ ചുറ്റിയ കൊണ്ടുള്ള അടി കൊണ്ട് അകത്തുണ്ടായ മാറ്റം കാരണത്താലാണ് ഇന്ന് ആ കല്ല് പൊട്ടി വീണത്. ഈ ഒരു സംഭവത്തിന് ശേഷം ബണ്ടിക്ക് ഇൻഡയറക്ട്ലി ഒരു കാര്യം മനസ്സിലായി, ചെറിയ ചെറിയ ആക്ഷൻസ് ഒരുമിച്ച് ചേർന്നാണ് നമുക്ക് വലിയൊരു റിസൾട്ട് ഉണ്ടാക്കി തരുന്നത് എന്ന്. ചെറുപ്പം മുതൽ നമ്മുടെ ഉള്ളിൽ ഒരു വിശ്വാസം കയറി കൂടിയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നതാണ് വളരെ നല്ല കാര്യം എന്ന്. നമ്മൾ കരുതുന്ന റിസൾട്ട് ഒരു വർക്കിന്റെ ആകാം, ഒരു ഗോളിന്റെ ആകാം, ഒരു ബിസിനസിന്റെ ആകാം. ഏതായാലും നമ്മൾ വിചാരിക്കുന്നത് എത്രയും പെട്ടെന്ന് എനിക്ക് റിസൾട്ട് കിട്ടണം എന്നായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില ആളുകൾ വളരെ വലിയ റിസ്ക് എടുത്തുകൊണ്ട് പണം ഇരട്ടിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യും. അതുപോലെ ചില ആളുകൾ ബോഡി ബിൽഡിംഗ് ചെയ്യുവാൻ വേണ്ടി വർക്കൗട്ടിനോടൊപ്പം പല പല ടാബ്ലറ്റുകളും മറ്റും കഴിക്കും. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ഒറ്റ കാരണമേ ഉള്ളൂ, അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുവാൻ വേണ്ടി. എന്നാൽ ഒരു കാര്യം ഇക്കൂട്ടർ മറന്നു പോവുകയാണ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന കാര്യം പെട്ടെന്ന് തന്നെ ഇല്ലാതെയാവുകയും ചെയ്യും. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് വിജയത്തിലേക്കുള്ള ചെറിയ ചെറിയ ചുവടുകളുടെ പ്രസക്തിയെക്കുറിച്ച് പറഞ്ഞു തരാം. ഈ ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് ഭാവിയിൽ വലിയ റിസൾട്ട് ഉണ്ടാക്കി തരികയും ചെയ്യും. ഈ വലിയ റിസൾട്ട് നിങ്ങൾക്ക് ഷോർട്ട് ടേമിലേക്കല്ല, ലോങ് ടേമിലേക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ വിജയത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മറ്റെവിടേക്ക് ശ്രദ്ധ പോകാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക.
അടുത്ത പോയിന്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്കൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം. നിങ്ങൾ പ്രോബോയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? പ്രോബോയിൽ ഫ്യൂച്ചറുമായി കണക്ട് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരമായി നിങ്ങൾക്ക് യെസ് ഓർ നോ എന്ന് ട്രേഡ് ചെയ്ത് ഒരു ഫ്യൂച്ചർ ഇവന്റ് പ്രവചിക്കാം. നിങ്ങൾ നൽകിയ ഉത്തരം ശരിയായി വരികയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ലഭിക്കുന്നതായിരിക്കും. ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ പ്രോബോയിൽ നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയാൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിലൂടെ നിങ്ങൾ പല പുതിയ കാര്യങ്ങളും പഠിച്ചെടുക്കും. ഇത് നിങ്ങൾ എങ്ങനെ പഠിക്കുമെന്നോ? ഡൊമൈന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഡൊമൈനെ കുറിച്ചുള്ള അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞു വെച്ചിരിക്കണം. സോ നിങ്ങൾ പ്രോബോ ഉപയോഗിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയോ, എന്തായാലും നിങ്ങളുടെ അറിവ് വർദ്ധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഉദാഹരണത്തിന് ഒരു ചോദ്യം നോക്കാം. ഈ മാർച്ച് അവസാനമാകുമ്പോഴേക്കും ബിറ്റ് കോയിൻ $47,000 മറികടന്നിട്ടുണ്ടാകുമോ? നിങ്ങൾ ഈ ചോദ്യത്തിന് യെസ് എന്നോ നോ എന്നോ ആൻസർ പ്രെഡിക്റ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചോദ്യത്തിന്റെ ആൻസറായി പ്രെഡിക്റ്റ് ചെയ്തത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2.5 rupees ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൻസർ ചെയ്ത ശേഷം നിങ്ങൾക്ക് 7.5 rupees ഏൺ ചെയ്യാൻ കഴിയും. 5 rupees ഇൻവെസ്റ്റ് ചെയ്താൽ 15 rupees നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ കഴിയും. 7.5 rupees ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 22.5 rupees ഏൺ ചെയ്യാൻ കഴിയും. ഇങ്ങനെ ഇൻക്രീസിംഗ് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുവാനും കഴിയും. എമൗണ്ട് ഓഫ് ട്രേഡ്സ് നിങ്ങൾ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾ സമ്പാദിക്കുന്ന പണത്തെയും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യുവാൻ കഴിയും. അതുപോലെ മറ്റ് കാറ്റഗറീസ്, മൂവീസ്, സ്പോർട്സ്, യൂട്യൂബ് എക്സെട്ര. ഇതുപോലെ നിങ്ങൾക്ക് ഏത് കാറ്റഗറിയാണോ ഇഷ്ടപ്പെടുന്നത് അത് ചൂസ് ചെയ്ത ശേഷം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. ഈ ആപ്പിന്റെ മറ്റൊരു വിശേഷതയാണ് മറ്റുള്ളവരുടെ ഒപ്പീനിയൻ മനസ്സിലാക്കിയെടുക്കുവാനും അതിലൂടെ നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുവാനും ബെസ്റ്റ് ഒപ്പീനിയൻസ് ക്രിയേറ്റ് ചെയ്യുവാനും സാധിക്കും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിനെ ഉപയോഗിച്ചുകൊണ്ട് പണം സമ്പാദിക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പ്രോബോയെ തീർച്ചയായും ഉപയോഗിക്കണം. ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡ് ആരംഭിക്കുവാൻ വേണ്ടിയുള്ള 25 rupees ഫ്രീ ആയി ലഭിക്കുന്നതായിരിക്കും. ഒരു തവണ ഈ ആപ്പ് ഒന്ന് ഉപയോഗിച്ച് നോക്കി നിങ്ങൾ തന്നെ തീരുമാനിക്കൂ നിങ്ങൾക്ക് ഏത് പ്രകാരത്തിലുള്ള ട്രേഡ് ചെയ്യണമെന്ന്. ലോങ് ടേം വേണോ ഷോർട്ട് ടേം വേണോ എന്നത്. അങ്ങനെ നിങ്ങൾ അറിവും പണവും ഒരിടത്തു നിന്ന് തന്നെ സമ്പാദിക്കൂ. വീഡിയോയിലേക്ക് തിരിച്ചു വരാം. പോയിന്റ് നമ്പർ 1, അണ്ടർസ്റ്റാൻഡ് ദ റിസൾട്ട് ടേക്സ് ടൈം. നമ്മളൊരു കാര്യം ചെയ്യാൻ ആരംഭിച്ചുവെങ്കിൽ നമ്മൾ ആരംഭിച്ച ഉടനെ അല്ലെങ്കിൽ കുറച്ച് ദിവസം ചെയ്ത ശേഷം നമ്മളിങ്ങനെ ആലോചിക്കുവാനായിട്ട് തുടങ്ങും, ഇതിന്റെ റിസൾട്ട് ഒന്ന് വേഗം കിട്ടിയിരുന്നെങ്കിൽ എന്ന്. എന്നാൽ സത്യാവസ്ഥ എന്തെന്നാൽ അങ്ങനെ പെട്ടെന്നൊരിക്കലും പല കാര്യങ്ങൾക്കും റിസൾട്ട് കിട്ടില്ല. ഏതൊരു പ്രവൃത്തി ചെയ്തിട്ടും അതിന്റെ റിസൾട്ട് കിട്ടുന്നതിന് കുറച്ച് സമയമെടുക്കും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന അതേ സ്പീഡിൽ റിസൾട്ട് കിട്ടാതെ ആവുന്ന സമയത്ത് നമ്മൾ അതൊരു പരാജയമാണെന്ന് കരുതി അതിനെ ക്വിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് വളരെയധികം വെയിറ്റ് കൂടി എന്നിരിക്കട്ടെ, നിങ്ങൾക്ക് ആ വെയിറ്റ് കുറയ്ക്കണമെന്ന ആഗ്രഹമുണ്ടായി എന്നിരിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ ജിമ്മിൽ പോകാനായിട്ട് തുടങ്ങി. 1-2 ആഴ്ച നിങ്ങൾ ജിമ്മിൽ പോയ ശേഷം കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് നോക്കിയപ്പോൾ ഒരു വ്യത്യാസം കാണപ്പെടുന്നില്ല. ഇത് കണ്ട് നിങ്ങളുടെ മനസ്സാകെ മരവിക്കും. ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പോൾ തോന്നിയേക്കാം, ഈ ജിമ്മിൽ പോയിട്ടും വർക്കൗട്ട് ചെയ്തിട്ടൊന്നും എനിക്ക് ഒരു ഗുണവുമില്ലല്ലോ, ഇതൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല, ഇത് ചെയ്തിട്ട് എന്റെ ശരീരത്തിൽ ഒരു മാറ്റവും കാണപ്പെടുന്നില്ല. ഇങ്ങനെ വിചാരിച്ചിട്ട് ജിമ്മിൽ പോകുന്നതേ നിർത്താൻ സാധ്യതയുണ്ട്. എന്നാൽ സത്യത്തിൽ ജിമ്മിൽ പോകുന്നതും വർക്കൗട്ട് ചെയ്യുന്നതും ടൈം വേസ്റ്റ് ചെയ്യലാണോ? ഒരിക്കലുമല്ല. ജിമ്മിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട് വളരെ സ്ലോ ആയിരിക്കും. മാത്രമല്ല ആദ്യം നമുക്ക് കിട്ടുന്നത് മുഴുവൻ പെയിൻ മാത്രമായിരിക്കും. അത് കണ്ടിട്ട് നമ്മൾ ക്വിറ്റ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? ഇന്റേണലി നമ്മുടെ ബോഡിയിൽ ചേഞ്ചസ് വളരെ സാവധാനമാണ് ഉണ്ടാവുക. തുടക്കത്തിൽ നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് വളരെ മൈനർ ആയിരിക്കും. അത് നമ്മൾക്ക് ഒരിക്കലും കണ്ണാടി നോക്കിയാൽ മനസ്സിലാവുക പോലുമില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ആ കാര്യം തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ സ്ലോലി നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കാണപ്പെടും. തുടക്കത്തിൽ പറഞ്ഞ ആ കഥയിൽ പോലും ആ വൃദ്ധനായ മനുഷ്യൻ ആ കല്ലിന്റെ മേൽ എത്രയോ ആഴ്ചകളായിട്ട് തല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് സമയത്തിന് ശേഷമാണ് ആ കല്ലിൽ ഒരു മാറ്റം ഉണ്ടായത്, അതായത് അത് പൊട്ടിയത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏത് കാര്യം എടുക്കുകയാണെങ്കിലും ഏത് പരിശ്രമത്തിനും റിസൾട്ട് കിട്ടുവാൻ ഒരു സമയമെടുക്കും. നിങ്ങൾ കൺസിസ്റ്റൻസിയോടുകൂടി കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. രണ്ടാമത്തെ റൂളാണ് ടേക്ക് മാസീവ് ആക്ഷൻസ് എവരി ഡേ. അഥവാ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത ശേഷം ഇതൊക്കെ എനിക്ക് വേഗം ചെയ്ത് തീർത്ത് വേഗം റിസൾട്ട് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുകയാണെന്ന് ഇരിക്കട്ടെ. അങ്ങനെ ചിന്തിച്ചാൽ ആ നിമിഷം മുതൽ നിങ്ങൾ നിങ്ങളുടെ ഗോളിനെ വളരെ ബുദ്ധിമുട്ടുള്ളതാക്കി മാറ്റാൻ തുടങ്ങി. കാരണം ആ ഗോൾ സെറ്റ് ചെയ്ത നിമിഷം മുതൽ തന്നെ നിങ്ങൾക്ക് ഇതിനു വേണ്ടി ഒരുപാട് അധ്വാനിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ വിചാരിക്കാൻ തുടങ്ങി. ഇത്രയും ഓവർലോഡ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ആ കാര്യം ബോറിംഗ് ആയിട്ട് തുടങ്ങും. മാത്രമല്ല നിങ്ങളുടെ ഗോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഭാരമായി മാറുകയും ചെയ്യും. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. നിങ്ങൾക്ക് കിട്ടുന്ന സാലറിയിൽ നിന്നുള്ള കുറച്ച് പണം നിങ്ങൾ സേവ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു എന്നിരിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ സാലറിയിൽ നിന്ന് 60-70% രൂപ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാകും? ബാക്കിയുള്ള പണം കൊണ്ട് നിങ്ങളുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരില്ലേ? എന്നാൽ നിങ്ങൾ ഒരു 5%, 10% സേവ് ചെയ്യുകയാണെങ്കിലോ നിങ്ങളുടെ നിത്യജീവിതത്തിലുള്ള ചെലവുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയുമില്ല. നിങ്ങളുടെ സേവിങ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടി വലിയ കാര്യം ചെയ്ത് 2 ദിവസം കഴിഞ്ഞ് ഉപേക്ഷിക്കുന്നതിന് പകരം നിങ്ങളുടെ ഗോളിൽ എത്തിച്ചേരുവാൻ വേണ്ടിയിട്ട് നിത്യവും നിലനിൽക്കുന്ന ആക്ഷൻസ് ചെയ്തുകൊണ്ടേയിരിക്കും.
മൂന്നാമത്തെ റൂളാണ് ടേക്ക് ആക്ഷൻ ഇൻ റൈറ്റ് ഡയറക്ഷൻ. ചില സമയത്ത് ആളുകൾ ഗോൾ സെറ്റ് ചെയ്ത ശേഷം അത് നേടിയെടുക്കുവാൻ വേണ്ടി തുടർച്ചയായി പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ട്. അവർ ഇത്രയധികം പ്രയത്നിച്ചിട്ടും എന്നിട്ടും അവർക്ക് പ്രതീക്ഷിച്ച റിസൾട്ട് അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരിക്കില്ല. കാരണം എന്തെന്നാൽ അവരുടെ ഗോളിന്റെ ഡയറക്ഷൻ ചേഞ്ച് ആയി പോയിട്ടുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഒരു കാര്യമായിരുന്നിരിക്കാം, എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ വേറെന്തോ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഗോൾ എനിക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം എക്സ്പീരിയൻസ് ചെയ്യണം എന്നായിരുന്നു എന്നിരിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങൾ വ്യത്യസ്തമായ ഇൻകം സോഴ്സ് കണ്ടുപിടിക്കുവാനും തുടങ്ങി. അതിൽ നിന്ന് കിട്ടിയ പണം നിങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പണം വരുവാൻ തുടങ്ങി. ഇനി നിങ്ങൾ എന്താണ് ചെയ്യുക? ആ പണം നിങ്ങൾ സേവ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ പണം ഉപയോഗിച്ച് ഷോപ്പിംഗ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗോളായിരുന്ന ആ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നിങ്ങൾ എപ്പോൾ എത്തിച്ചേരും? ചില ആളുകൾ വിചാരിക്കുന്നത് ഷോപ്പിംഗ് ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക ഇതാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്നാണ് വിചാരിക്കുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന നിങ്ങളുടെ ഗോളിലേക്ക് നിങ്ങൾ ഒരിക്കലും എത്തിച്ചേരുകയില്ല. കാരണം ഇടയിൽ വെച്ച് നിങ്ങൾ നിങ്ങളുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. കാരണം ഒരു വശത്ത് നിങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, എന്നാൽ മറ്റൊരു വശത്ത് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ ഷോപ്പിംഗ് ചെയ്ത് ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് അവസാനം മിച്ചമായിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്ന ആ എമൗണ്ട് തന്നെ ആയിരിക്കും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യുന്നത് ഒരു ഭ്രമമായി തീർന്നാൽ നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്ന ആ എമൗണ്ട് പോലും പിന്നെ ഇല്ലാത്തൊരവസ്ഥ വരും. ഈ റൂൾ പണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യങ്ങളിലും ഈ റൂൾ ബാധിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ വെയിറ്റ് കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയി പ്രയത്നിക്കാൻ തുടങ്ങി. എന്നാൽ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ എന്ന കാരണത്താൽ നിങ്ങൾ ധാരാളം ജങ്ക് ഫുഡ് കഴിക്കാനും തുടങ്ങിയെങ്കിൽ നിങ്ങൾക്ക് ഒരു റിസൾട്ടും ഉണ്ടാവുകയില്ല. അത് കാരണത്താൽ നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരിക്കലും ഡയറക്ഷൻ മാറിപ്പോകാതെ കണ്ടിന്യൂ ആയി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്ട് ആകാതെ നിങ്ങളുടെ ഗോൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടി റെഗുലറായി ആക്റ്റീവ് ആയിരിക്കുക എന്നത് മാത്രമാണ്. കുറച്ച് സമയം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ചെറിയ ചെറിയ പ്രയത്നങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിച്ചത്. ഇതിനെ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞു തരികയാണെങ്കിൽ, നമ്മൾ ആദ്യം കണ്ട കാര്യം എന്ത് ഗോളാണെന്നുണ്ടെങ്കിലും ആ ഗോൾ പൂർത്തിയാക്കി എടുക്കുവാൻ വേണ്ടി ഒരു സമയമെടുക്കും എന്നതായിരുന്നു. ഈ കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾ നേടിയെടുക്കാൻ ഒരു സമയമെടുക്കും. ഇത് നിങ്ങൾ അംഗീകരിക്കാതെ ഇരുന്നാൽ നിങ്ങൾ പരിശ്രമിച്ച് പെട്ടെന്ന് തന്നെ ഡീമോട്ടിവേറ്റ് ആവുകയും ആ പരിശ്രമം നിർത്തിവെക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ റൂളിൽ നമ്മൾ കണ്ടത്, നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത ശേഷം നിങ്ങൾ ഒരു ലിമിറ്റ് വെക്കാതെ അതിൽ ഓവറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ അധികം വൈകാതെ നിങ്ങൾ ക്ഷീണിച്ചു പോകും. ഈ ഓവർലോഡ് കാരണത്താൽ നിങ്ങൾ അധികം വൈകാതെ ബോറിംഗ് ആയി മാറുകയും ആ പരിശ്രമം ക്വിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഓവർലോഡ് ചെയ്യാതെ നിങ്ങൾ സെറ്റ് ചെയ്ത ഗോൾ നേടിയെടുക്കുവാൻ വേണ്ടി ഒരു പർട്ടിക്കുലർ ടൈം മാത്രം അതിനുവേണ്ടി വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. മൂന്നാമത്തെ റൂളിൽ നമ്മൾ കണ്ട കാര്യം എന്തെന്നാൽ, ആദ്യം ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ച ശേഷം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കവേ ഇടയിൽ വെച്ച് നമ്മൾ എപ്പോഴെങ്കിലും നമ്മുടെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കളയുന്നു എന്നതാണ്. ഇത് കാരണം തന്റെ ഗോളിൽ ഒരിക്കലും എത്തിപ്പെടാൻ കഴിയാതെ മറ്റെന്തിന്റെങ്കിലും പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ എന്ത് ഗോൾ സെറ്റ് ചെയ്തിട്ടാണ് എന്റെ പ്രവൃത്തി തുടങ്ങിയത് എന്ന് പോലും ഓർമ്മയുണ്ടാവില്ല. അതുകൊണ്ട് ആരംഭത്തിൽ ഞാൻ എന്ത് ഗോളാണോ സെറ്റ് ചെയ്ത് വെച്ചത് അത് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാതെ അതിനുവേണ്ടി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം. നിങ്ങളുടെ ഗോൾ ഒരിക്കലും ഇടയ്ക്കിടെ മാറ്റാൻ പാടില്ല. വളരെ സാവധാനത്തിലാണെങ്കിലും തീർച്ചയായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം അടുത്ത വീഡിയോയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക് എന്താണ് എന്ന്. മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.